ഹായ് എവ്രി വൺ. ഇന്നലെ നമ്മൾ നാരായണത്ത് പ്രാന്തൻ പാറയുടെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തില്ലായിരുന്നോ? ഇന്ന് അതിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ്. അപ്പോൾ ഞങ്ങൾ വീഡിയോ എടുക്കാനായിട്ട് പാറയുടെ അങ്ങോട്ട് പോകുന്ന വഴിക്ക് അവിടെ ഒരു വലിയ മാവുണ്ട്, ഒരു ചെറിയ പറമ്പുണ്ട്, അവിടെ ഒരു മാവുണ്ട്. ആ മാവ് മുട്ടിക്കുടിയ മാവ് എന്നാണ് പറയുന്ന പേര്. പക്ഷെ എക്സാക്ട്ലി അതിൻ്റെ നെയിം എന്താണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ നല്ല എന്താ പറയുക, ഇത് നല്ല സ്മോൾ സൈസായിട്ടുള്ളൊരു മാങ്ങയാണ്. നല്ല ടേസ്റ്റാണ്. നമുക്ക് കയ്യിൽ നന്നായിട്ട് ഈസി ആയിട്ട് ഹോൾഡ് ചെയ്യാൻ പറ്റും. അതേപോലെ ഇത് കുറേ മുട്ടിയിട്ട് ഇങ്ങനെ ഒരു ഇത് ഹോളെല്ലാം ഇട്ട് വലിച്ചു കുടിക്കണം. അപ്പോൾ ഇങ്ങനെ ജ്യൂസ് പോലെ വരും. അപ്പോൾ നല്ല ടേസ്റ്റ്, അത് നല്ല മധുരമാണ്. അത് കാരണം എല്ലാവർക്കും ആ മാങ്ങ ഇഷ്ടമാണ്. എല്ലാവരും അത് പെറുക്കി കൊണ്ടുപോകും. അപ്പോൾ ഞങ്ങളും അങ്ങനെ പോകുന്ന വഴിക്ക് ഇങ്ങനെ മാങ്ങ പറിക്കാം എന്നൊക്കെ വിചാരിച്ച്. പിന്നെ അത് കഴിഞ്ഞ് ഞാനും അമ്മയും കൂടെ നേരെ പാറയുടെ അങ്ങോട്ടേക്ക് പോയി. പിള്ളേരെല്ലാവരും കൂടെ അങ്ങോട്ട് വന്നായിരുന്നു. അവരവിടെ അപ്പുറത്തെ സൈഡ് കളിച്ചു, ഞങ്ങളിപ്പുറം ഓരോ സൈഡിലൊക്കെ പോയി വീഡിയോ എടുത്തു. പിന്നെ ഞങ്ങൾ ആ പറമ്പിനകത്തൊരു ചെറിയ ഗ്രൗണ്ട് കണ്ടു. പിള്ളേർക്ക് അത് കണ്ടിട്ട് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അവരവിടെ കുറച്ച് നേരം കളിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഗൈസ്, ഞങ്ങളങ്ങനെ പാറയുടെ അവിടെ എത്തി. കുട്ടികളെല്ലാം പാറയുടെ മുകളിൽ കയറി കളിക്കുവാണ്. അപ്പോൾ ഞങ്ങൾ വിചാരിക്കുന്നത് അപ്പുറത്തെ സൈഡിൽ പോവാം, കാരണം വീഡിയോ എടുക്കാൻ ഈ പിള്ളേരുണ്ടെങ്കിൽ ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കും, ഒച്ചയും ബഹളമൊക്കെ ആയിട്ട്. അപ്പോൾ ഞാനും അമ്മയും കൂടെ ഇതിൻ്റെ ഫ്രണ്ട് സൈഡ്, ഇത് ബാക്ക് സൈഡാണ്, ഫ്രണ്ട് സൈഡിലേക്ക് പോവാണ്. അപ്പോൾ ഞങ്ങൾ പാറയുടെ ഫ്രണ്ട് സൈഡിലെത്തി. ഇതാണ് അതിൻ്റെ മെയിൻ എൻട്രൻസ്. ഈ സ്റ്റെപ്പെല്ലാം കാണാൻ നല്ല ഭംഗിയാണ്. അതിലെന്തെല്ലോ നമ്പറൊക്കെ എഴുതിയിട്ടുണ്ട്. നമുക്കത് കാണാൻ അത്ര പറ്റില്ല, പക്ഷെ നല്ല ഭംഗിയത്. പിന്നെ ഉമ്മക്ക് അറിയുന്ന ആൾക്കാരെയൊക്കെ കണ്ട് അവരായിട്ട് സംസാരിച്ച് നിൽക്കുമായിരുന്നു. ഈ പാറയുടെ മെയിൻ എൻട്രൻസ് ഇതിൽ കൂടെയാണ്. ഇതിലെയും കയറാം, അതിലെയും കയറാം. അപ്പുറം വഴിയുണ്ട്, 3 വഴിയുണ്ട് വീട്ടിൽ കയറാൻ. പിന്നെ ഇങ്ങനെ പിടിച്ചു വെച്ചിട്ട് ഇങ്ങനെയും കയറാം. ഇങ്ങനെ ഇത് പാറയുടെ താഴെയുള്ളൊരു കുളമാണ്, ഏറ്റവും അടിയിൽ. അവിടെ കുട്ടികൾ ഫോട്ടോ എടുക്കാൻ, കളിക്കാൻ, നീന്തലും അടിക്കാനൊക്കെ ആയിട്ട് അവിടെ വരും. നല്ല വെള്ളമാണ് അത്. അതൊരു ഒരു ഭാഗമാണ് ആ കുളം, പാറയുടെ ഏറ്റവും അടിയിൽ. ഈ ഒരു കുളമുള്ളൂ അടിയിൽ. പിന്നെ ഈ പാറയുടെ സൈഡിലായിട്ട് 2 or 3 കേവ്സ് ഉണ്ട്. ഈ കേവ്സ് എല്ലാം നാരായണത്ത് പ്രാന്തൻ നഖം കൊണ്ട് മാന്തിയിട്ട് ഉണ്ടായതാണെന്നാണ് പറയുന്നത്. അപ്പം ഉമ്മ അതിനെക്കുറിച്ച് കാര്യങ്ങൾ പറഞ്ഞു തരും. എനിക്ക് കൂടുതലൊന്നും അറിയില്ല, ഞാൻ അറിയുന്ന കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. ഇതാണ് ഞാൻ പറഞ്ഞ കേവ്. 2 കേവ്സ് ഉള്ളൂ കേട്ടോ, 3 സ്ക്രാച്ച് ചെയ്ത് വെച്ചിട്ടുള്ളൂ 3-മത്തെയും 4-മത്തെയൊക്കെ. ഇത് നാരായണത്ത് പ്രാന്തന്റെ വീടാണെന്ന് ഞങ്ങൾ പറയാം. കിടക്കണ റൂം അല്ലെ വീട്. ഇവിടെ ഒരു ആൽമരം ഉണ്ടായിരുന്നു, വലിയൊരു ആൽമരം. അതൊക്കെ പിന്നെ വീണ് പോയിട്ടുണ്ടാവും. കൂടെയാണ് ഇത് നാരായണത്ത് പ്രാന്തം മാന്തിയിട്ട് വന്നോന്ന് പറഞ്ഞ് അങ്ങനെയൊക്കെയാണ് പറയല്. ഇതെങ്ങനെയാണ് എന്താ നമുക്കറിയില്ല. ഞങ്ങള് ചെറുതിൽ അങ്ങനെ പറയുന്നത്. ഇവിടെ കളിക്കും, വന്നിട്ട് ഇവിടെ വലിയൊരു ആൽമരം ഉണ്ടായിരുന്നു. അതൊക്കെ പോയി കുറെ വർഷങ്ങൾ. മഴ വരുമ്പോഴൊക്കെ ഞങ്ങൾ ഇതിനുള്ളിൽ കയറിയിരിക്കും, അതിനുള്ളിൽ കയറിയിരിക്കും, ഇതിനുള്ളിൽ കയറിയിരിക്കും. അങ്ങനെയൊക്കെയായിരുന്നു. പിന്നെ ഇവിടെ ആ കുഴിയിൽ നല്ല വെള്ളം, ആ കുഴിയിൽ ആ ഒരു കുഴിയിൽ നല്ല വെള്ളം ഉണ്ടായിരുന്നു. ആ കുഴി തൂർന്നില്ലേ? ഉണ്ടാ വെള്ളം ഉണ്ടാ? കുറച്ച് വെള്ളമുണ്ട് അല്ലേ? ആ ഇല വീണ് തൂർന്നു. പിന്നെ ഇതൊക്കെ അങ്ങനെ ഓരോന്ന് പറയലാണ്. മാന്താൻ തുടങ്ങുമ്പോൾ നേരം മുഴുത്തു എന്നൊക്കെ പറയും. അത് ഇങ്ങനെയുള്ള സ്ഥലത്ത് കൂടെ കയറണം നമ്മള്. ഇതാണ് ഞങ്ങളെ പാറയിലേക്ക് വേറൊരു വഴി, അടുത്തൊരു വഴി, എളുപ്പ വഴി എന്ന് പറയും. പൈസ ആയവർക്ക് കയറാൻ പറ്റിയൊരു വഴി. എത്ര വർഷം പഴക്കമുള്ള പാലമരം. മറ്റേ തോണിക്കുഴി തന്നെ, അത് വലിയ കുളം ഒഴുകിയിട്ട് അങ്ങോട്ട് വരുന്നത് ഇതല്ല, അത് അമ്പലക്കുളം. ഇതാണ് നമുക്ക് കുളിച്ചിരുന്നത്. ഇത് വേറെ ഇതിനാണ് നമ്മൾ മെയിൻ കുളിച്ചിട്ട് ഇതിന് പറഞ്ഞിട്ട് ഇങ്ങനെ അങ്ങോട്ട് വിട്ടു പോണത്. ഏതാ വിട്ടു പോകുന്നത്? വഴിക്കു വീണ്ടും അതിന്റെ അപ്പുറത്തെ ഇതുണ്ടായിരുന്നില്ല. ഇതിപ്പം ഉണ്ടാക്കിയതാ തോന്നുന്നുണ്ടല്ലേ? ഇവിടുന്ന് നമ്മൾ ഈ കുളത്തിൽ നോക്കുമ്പോ കാണുന്നത് ഇങ്ങനെ നോക്കുമ്പോ അമ്പലം. അത് ഇവിടെ മതിലെത്തിട്ടാണ്. അതാണ് ഒരു അല്ലേ? അതന്നെ. വെള്ളം പറ്റാത്ത കുളമത്. ഇതിൽ വേനൽക്കൊക്കെ കുളിച്ചിരുന്നത് ഇങ്ങനായി. കയറി കുട്ടികൾ അവിടെ ഉണ്ട്. ആ കുട്ടികളെടുത്ത്
ഇതിലാർന്ന് കുളിച്ചിരുന്നത്. ഇതിലും അല്ല ഇങ്ങനൊന്നല്ല, മോള് വരെ ഉണ്ടായിരുന്നു വേനൽക്കാലത്തൊക്കെ വെള്ളം. ഇന്നൊക്കെ നമ്മള് വെള്ളം കൊണ്ടുപോയിരുന്നു പെരുമാറാനേ, വേനൽക്ക് വെള്ളം കിട്ടാനിട്ടേ ഒക്കെ പോയി. ആമിയേട്ടനല്ലേ അത്? എന്താണ് അങ്ങനെ സാരിക്കണേ? ഞാനേ പണ്ട് ചെറുപ്പത്തിലൊക്കെ വന്ന് കുളിച്ച്, ഇപ്പൊ മോളോട് ഞാൻ പറയാ പഴയ കഥകൾ പറഞ്ഞാണ്. ഞങ്ങളൊക്കെ ഒരുമിച്ച് എല്ലാരും ഒന്നുമില്ലാത്ത സമയത്ത് അപ്പൊ അവിടെ വള്ളക്കുഞ്ഞ് അവിടെ ഇപ്പം അവിടെ മുകളിലേക്ക് വരാനും ഈ ചുറ്റും നോക്കി ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ നല്ല രസമാണ്. ശരിക്കും പാറിൻ്റെ മുകളിൽ ഇങ്ങനെ കിടന്ന് മുകളിലേക്ക് ഇങ്ങനെ നോക്കി കിടക്കുമ്പോൾ നല്ല രസമാണ്. ഒരു പ്രത്യേക ഒരു ഫീലാണ്, ഒരു കാം ഫീലാണ് ഇവിടെ. നല്ല രസം, നല്ല കാറ്റും ഒക്കെ ആയിട്ട്. നല്ല വെയിൽ, ചൂടുള്ള സമയത്ത് പറ്റില്ല, ഈവനിങ് ആകുമ്പോൾ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ അല്ലാത്ത സമയത്തൊക്കെ നല്ല നൈസ് പ്ലേസ് ആയത്. അപ്പോൾ ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുവാണ്. മാക്സിമം ഈ പാറയെക്കുറിച്ച് പറഞ്ഞിട്ടുമുണ്ട്, അതേപോലെ പാറയെ മൊത്തം കാണിച്ചിട്ടുമുണ്ട്. അപ്പോൾ എല്ലാവർക്കും അതെല്ലാം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ ഞങ്ങളുടെ കൂടെ വന്നവരവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു തിരിച്ചു പോകാനായിട്ട്. കാരണം ഈവനിങ് ആയല്ലോ, അപ്പോൾ എല്ലാവർക്കും വീട്ടിലെത്തണം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ഷെയർ ആക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.